പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായില്ല. പൊന്നാനി ഒഴികെയുള്ള 15 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിമാർക്ക് CPM സംസ്ഥാന സമിതിയുടെ അംഗീകാരം. പൊന്നാനിയിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ മണ്ഡലം കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ഇന്നസെന്റ് ഉൾപ്പെടെ 6 സിറ്റിംഗ് എംപിമാർ വീണ്ടും മത്സരിക്കും. കോട്ടയത്ത് VN വാസവനും കോഴിക്കോട് KP സതീഷ് ചന്ദ്രനും പത്തനംതിട്ടയിൽ വീണ ജോർജുമാണ് മത്സരിക്കുന്നത്. നിലമ്പൂർ MLA PV അൻവറിനെയായിരുന്നു പൊന്നാനിയിലേക്ക് മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ചത്. എന്നാൽ നിരന്തരം വിവാദങ്ങളിൽപ്പെടുന്ന അൻവറിന്റെ വിജയസാധ്യതയിൽ സംസ്ഥാന നേതൃത്വം സംശയം പ്രകടിപ്പിച്ചു. പ്രാദേശിക നേതാക്കളിൽ ചിലരും ഇതേ അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് പൊന്നാനിയിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ മണ്ഡലം കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ മത്സരിച്ച നിയാസ് പുളിക്കലകത്തടക്കമുള്ള പേരുകളും CPM പരിഗണിച്ചിരുന്നു. മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. മണ്ഡലം കമ്മിറ്റിയുടെ എതിർപ്പ് മറികടന്ന് ഇന്നസെന്റിനെ ചാലക്കുടിയിലും സംസ്ഥാന സമിതി അംഗം KP സതീഷ് ചന്ദ്രനെ കാസർഗോഡും സ്ഥാനാർത്ഥിയാക്കി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന് പുറമെ കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി VN വാസവനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. കോട്ടയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട്. പൊതുവിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2004 ആവർത്തിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ആനുപാതികമായി കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലവും ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പം ഏറെ അനുകൂലമായ സാഹചര്യം വന്നിരിക്കുന്നു. അത് പല ഘടകങ്ങൾ വരുമല്ലോ. അവിടെ പല രൂപത്തിലുള്ള പ്രശ്നം ഇല്ല. സ്ഥാനാർത്ഥി ആയില്ലല്ലോ, അത് പാർട്ടി സെക്രട്ടറിയെ പ്രഖ്യാപിക്കും. പത്തനംതിട്ടയിൽ ആറന്മുള MLA വീണ ജോർജാണ് സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാലും P രാജീവും യഥാക്രമം കൊല്ലത്തും എറണാകുളത്തും മത്സരിക്കും. മലപ്പുറത്ത് SFI നേതാവ് VP സാനുവാണ് സ്ഥാനാർത്ഥി. സിറ്റിംഗ് എംപിമാരായ PK ശ്രീമതി, MB രാജേഷ്, PK ബിജു, ജോയിസ് ജോർജ്, A സമ്പത്ത് എന്നിവർ നിലവിലെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. 6 സിറ്റിംഗ് എംപിമാർ, 3 MLAമാർ, 2 ജില്ലാ സെക്രട്ടറിമാർ, 2 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ താരത്തിളക്കം നിറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയുമായാണ് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. P ജയരാജനെതിരെ പുതിയ വടകര മോഡൽ ഒരുങ്ങുന്നു. കോലി സഖ്യത്തിന്റെ പേരിൽ വിവാദമായ വടകരയിൽ UDFന് പിന്തുണ നൽകാനാണ് RMP ആലോചിക്കുന്നത്. ജയരാജന്റെ വിജയം ഒഴിവാക്കാൻ BJPയും ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് സൂചന. വടകരയിൽ P ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചതോടെയാണ് പുതിയ കളമൊരുക്കം. മുൻപ് കോൺഗ്രസും ലീഗും BJPയും ചേർന്ന് ഇടതു സ്ഥാനാർത്ഥിയെ എതിർത്ത ചരിത്രമുള്ള വടകരയിൽ പുതിയ പരീക്ഷണമാണ് ഇത്തവണ. CBI അന്വേഷിക്കുന്ന 2 കൊലപാതക കേസുകളിൽ പ്രതിയായ ജയരാജനെ വടകരയിൽ തന്നെ മത്സരത്തിനിറക്കിയത് വെല്ലുവിളിയായാണ് കോൺഗ്രസും RMPയും BJPയും കാണുന്നത്. അതുകൊണ്ടുതന്നെ ജയരാജന്റെ പരാജയം ഉറപ്പിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ് ഇവർക്ക്. വടകരയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ UDFന് പിന്തുണ നൽകാനാണ് RMP നീക്കം. P ജയരാജന്റെ പരാജയം ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന RMP നേതാവ് N വേണുവിന്റെ വാക്കുകൾ ഈ സൂചനയാണ് നൽകുന്നത്. വടകര പാർലമെന്റിൽ CPIMന്റെ തോൽവി ഉറപ്പുവരുത്താൻ ആവശ്യമായ അടവ് നയം RMP സ്വീകരിക്കും. ഇടതുവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതിയെന്ന ആലോചന BJPയിലും സജീവമാണ്. ജയരാജൻ വടകരയിലെത്തുന്ന സാഹചര്യത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ തീരുമാനം മാറിയേക്കും. ലോക് താന്ത്രിക് ദൾ മുന്നണിയിലെത്തിയ സാഹചര്യത്തിൽ വടകര എളുപ്പത്തിൽ തിരിച്ചുപിടിക്കാമെന്നായിരുന്നു CPM കണക്കുകൂട്ടൽ. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് CPI ദേശീയ നിർവാഹക സമിതി അംഗീകാരം നൽകി. തിരുവനന്തപുരത്ത് ആനി രാജയെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം ഉയർന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തേണ്ടെന്നാണ് എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40-ലധികം സീറ്റുകളിൽ പാർട്ടി മത്സരിക്കും. ബീഹാറിലെ ബഗുസാരായിൽ മണ്ഡലത്തിൽ നിന്ന് കനയ്യകുമാർ ജനവിധി തേടും. ഉത്തർപ്രദേശിൽ 10ഉം ബീഹാറിൽ 5 സീറ്റുകളിലുമാണ് നേരത്തെ മത്സരിക്കാൻ തീരുമാനിച്ചതെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. കഴിവും പ്രാപ്തിയുമുള്ള പുതുതലമുറക്കാർ മത്സരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വളരെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ നേതൃത്വത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊന്ന് ഒഴിഞ്ഞതാണ്. എൻ്റെ ആ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ജനസ്വീകാര്യതയുള്ള പുതിയ ആളുകൾ വരട്ടെ, പുതുമുഖങ്ങൾ വരട്ടെ, പുതിയ തലമുറയിൽപ്പെട്ടവർ വരട്ടെ എന്നുള്ള ഒരു പ്രത്യാശയാണ്